മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാന്നിധ്യം. ഇതുപോരായേ നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാന്നിധ്യം. ഇതുപോരായേ നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ. നിന്നോടാണെനിക്കേറ്റം പ്രിയം പ്രിയനേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവന്റെ മൊഴികളെ. നിന്നെ വിട്ടെങ്ങു ഞാനിനി പോകും പ്രിയനേ, നീയല്ലോ യേശുവേ ജീവന്റെ ജീവൻ. നീയല്ലോ യേശുവേ ജീവന്റെ ജീവൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 15, 16, 17 വചനങ്ങൾ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. കർത്താവിന് നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. അത് നാം തിരിച്ചറിയണം. കർത്താവ് നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ ഭൂമിയിൽ ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് ആക്കുമ്പോൾ കർത്താവിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഹൃദയത്തിലൊരാഗ്രഹമുണ്ട്. അതിനെയാണ് ദൗത്യമെന്ന് പറയുന്നത്. നമ്മളെ ആക്കിച്ചിരിക്കുന്ന ദൗത്യം. നമ്മുടെ കുടുംബജീവിതം അതിനകത്തുണ്ട്, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ സഭാജീവിതം എല്ലാം, നമ്മുടെ ജോലി, ഇതെല്ലാം ആ ദൗത്യത്തിനകത്തുണ്ട്. ദൗത്യം ചെയ്യുമ്പോൾ തന്നെ കർത്താവിൻ്റെ ഇവിടെ പറയാണ്, നമ്മൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം, ബുദ്ധിഹീനരാകരുത്, കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്നറിയണം. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അതനുസരിച്ച് വേണം നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കാൻ, നമ്മുടെ ഈ ലോകത്തിലെ ഓട്ടം ഓടാൻ. കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെക്കുറിച്ചാണ് ദർശനം എന്ന വാക്കിൽ ഉപയോഗിക്കുന്നത്. കാര്യം കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉള്ള ആഗ്രഹം നമുക്ക് ദർശനത്തിലൂടെ വെളിപ്പെടുകയാണ്. അപ്പോൾ തന്നെ ദൈവവചനത്തിലൂടെ വെളിപ്പെടുകയാണ്. കർത്താവിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണ്? തകർന്നിരിക്കുന്ന ആളുകളോട് യേശു ക്രിസ്തു ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കർത്താവിൻ്റെ പദ്ധതി എന്തായിരുന്നു? ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുവിൻ്റെ പദ്ധതി എന്തായിരുന്നു? യോഹന്നാൻ 3:16 പറയുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ മുഴുവൻ ലോകത്തെയും സ്നേഹിച്ചു. അപ്പം മുഴുവൻ ലോകത്തെയും രക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് യേശു ക്രിസ്തുവിനുള്ളത്. ആ പദ്ധതിക്ക് വേണ്ടി, അതാണ് കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, ദർശനം. ആ ദർശനത്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ആകയാൽ സൂക്ഷ്മതയോടെ, ഇനി അജ്ഞാനികളായിട്ടല്ല, എന്ത് ചെയ്യണം? ജ്ഞാനികളായിട്ട് തന്നെ നടക്കാൻ നോക്കണം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. കൊലോസ്യർ 4:5 പറയാണ്, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുക. കർത്താവ് എന്താണ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്? ആ പദ്ധതിക്ക് വേണ്ടി, ആ ദൗത്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കണം. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തോടുകൂടെ വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ബുദ്ധിഹീനരാകരുത്, കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കണം, അതനുസരിച്ച് നമ്മൾ ഭൂമിയിൽ നിൽക്കണം. എന്നിട്ട് പറയാം, വീഞ്ഞു കുടിച്ചു മത്തരാകരുത്. ഈ വീഞ്ഞു കുടിച്ചു മത്തരാകരുത് എന്നുള്ള വചനം ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ ഇച്ചിരി വീഞ്ഞ് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്. കാനാവിൽ യേശു വീഞ്ഞുണ്ടാക്കി,
അപ്പോസ്തലൻ പറഞ്ഞു വീഞ്ഞ് അല്പം സേവിക്കാം, അത് നിൻ്റെ അജീർണത മാറ്റാൻ നല്ലത്, അതൊക്കെ പറഞ്ഞിട്ട് അത് ഉപയോഗിച്ച് അതിലേക്ക് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമായി കേൾക്കണം. വീഞ്ഞ് കുടിക്കരുതെന്ന്, പക്ഷെ കുടിക്കുമ്പോൾ അവിടെ വീഞ്ഞ് കുടിച്ചു മത്തരാകാൻ പാടില്ല എന്ന് പറയുകയാണ്. എന്താണ് അതിന് കാരണം? വീഞ്ഞ് കുടിച്ച് മത്തരായാൽ അതിനാൽ ദുർനടപ്പുണ്ടാകും. അപ്പോൾ അത് പാടില്ല. ദുർനടപ്പ് നമുക്ക് പാടില്ല. ആ ദുർനടപ്പുണ്ടാകും ദൈവ പൈതൽ. എന്നിട്ട് പറയാണ് ആത്മാവ് നിറഞ്ഞവരെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആത്മാവ് നിറഞ്ഞു വേണം. അതിന് പകരം വീഞ്ഞിന് പകരം നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ആത്മസന്തോഷത്തിൽ നമ്മൾ ജീവിക്കണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പം സന്തോഷം അവിടെ വ്യാപരിക്കാൻ തുടങ്ങും. എന്താ കാര്യം? പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമാണ് സന്തോഷം. ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആത്മാവ് നിറഞ്ഞവരായി എന്ത് ചെയ്യണം? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം. ലോകകാര്യങ്ങൾ സംസാരിക്കണം. ലോകകാര്യങ്ങൾ മാത്രമല്ല സംസാരിക്കേണ്ടത്, നമ്മളൊരു ലോകത്തിലോട്ട് യാത്ര ചെയ്യേണ്ടവരാണ്. നമ്മളൊരു ലോകത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നവരാണ്. നമ്മുടെ രാജ്യം ഇവിടെയല്ല, നിത്യമായ ഒരു രാജ്യം ദൈവം ഒരുക്കുന്നുണ്ട്. അത് നിത്യമായ സ്വർഗ്ഗമാണ്. അവിടേക്കുള്ളൊരു യാത്രയിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യം സംസാരിച്ച് സമയം ചെലവിടാതെ, തർക്കിച്ച് സമയം വാദിച്ചും ചെലവിടാതെ എന്ത് ചെയ്യണം? ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം, ആത്മാവിൽ നിറയണം. എന്നിട്ട് പറയാണ് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങൾ കൊണ്ടും എന്ത് ചെയ്യണം? തമ്മിൽ സംസാരിക്കണം. ആത്മാവിലുള്ള ഗീതങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മാവ് നിറഞ്ഞ്. വീഞ്ഞു കുടിക്കുമ്പോഴും പാട്ട് വരും, ആത്മാവ് നിറയുമ്പോഴും പാട്ട് വരും. ആത്മാവ് വരുമ്പോൾ സങ്കീർത്തനങ്ങളാണ്, ദൈവത്തെ സ്തുതിക്കുന്ന കാര്യങ്ങളാണ് വരുന്നത്. ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യണം? കർത്താവിന് എപ്പോഴും പാടിക്കൊണ്ടിരിക്കണം. പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടുവീൻ, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയാണ് ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടുകൂടെ നിങ്ങളിൽ വസിക്കട്ടെ. എന്നിട്ട് പറയാണ് വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രവും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നമ്മുടെ ഭൂമിയിൽ ആയുസ് എത്ര ആർക്കും അറിയത്തില്ല. 100 വർഷം ഒരാൾ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ അതാ 100 ഗുണം 365 നമ്മൾ കൂട്ടിയാൽ ഗുണിച്ച് നോക്കുമ്പോൾ കിട്ടുന്നത് 36,500 ദിവസമാണ്. അങ്ങനെ 100 വർഷം ഈ ഭൂമിയിൽ ഒരാൾ ജീവിക്കുമ്പോൾ 36,500 ദിവസമേ ഉള്ളൂ. നമ്മുടെ ദിവസങ്ങൾ എത്ര ദിവസം മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. സമയം കുറച്ചേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഉദ്ദേശിക്കുന്ന ദൗത്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാം. ആത്മാക്കളെ നേടാം. തകർന്നിരിക്കുന്നവരുടെ യേശു ജീവനോടെ ഉണ്ടെന്ന് പറയാം. സമയം തക്കത്തിൽ ഉപയോഗിക്കാം. ദൈവവചനം പറയാം ബുദ്ധിമാൻ ആത്മാക്കളെ നേടും. അങ്ങനെ ദൈവത്തിൻ്റെ ആ വചനം അനുസരിച്ച് ബുദ്ധിയോടെ ജീവിപ്പാൻ, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൂക്ഷ്മതയോടെ നടക്കാൻ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് തന്നെ നടപ്പാൻ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഇവിടെ ആകട്ടെ. ദുഷ്കാലമാകയാൽ ദൈവം തന്നിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കാൻ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വീഞ്ഞു കുടിച്ച് മത്തരാകുന്നതിന് പകരം ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കുന്നവരായി, ദൈവത്തിന് പാടുന്നവരായി, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്നവരായി ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഞങ്ങളെയും ആക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിൻ യേശുവിൻ പുന്നുനാമത്തിൽ പിതാവേ, ആമേൻ. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാന്നിധ്യം, ഇതുപോരായേ
നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ.